ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക്. സോ ഈ ക്രിസ്മസിന് ഞങ്ങളുടെ വീട്ടിലായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മുന്നോടിയായിട്ട് ഉണ്ണിക്കുറി അല്ലെങ്കിൽ സീക്രട്ട് സാന്റ വേണമെന്നുള്ളത് എൻ്റെ ഒരു പ്ലാനായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ പിന്നെ അവരെൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ സെറ്റ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് കുറച്ച് നാൾ മുമ്പേ തുടങ്ങി. കാരണം നമുക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണ്ടേ. അങ്ങനെ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരുടെയും പേരൊക്കെ എഴുതി സെറ്റ് ചെയ്ത് സീക്രട്ട് സാന്റ എടുക്കാനുള്ള പ്ലാനായിരുന്നു ഇന്ന്. സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സീക്രട്ട് സാന്റ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം സെറ്റാക്കി കൊടുക്കുന്നതല്ലാണ്ട് നമുക്കൊക്കെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. എൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, എനിക്ക് ഓഫീസിൽ സീക്രട്ട് സാന്റയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ പാരൻസിൻ്റെ കാര്യമൊക്കെ ഒന്ന് നോക്കുമ്പോൾ അവർ പണ്ടത്തെ കാലത്ത് അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ മേ ബി ചെയ്തിട്ടുണ്ടാവാൻ പോലും ചാൻസ് ഇല്ല. ഇന്ന് നമ്മളൊക്കെ ഇത് ചെയ്യണം കാണുമ്പോൾ അവരുടെ ഉള്ളിൽ അവർക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും അവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെയും അമ്മയും വലിയമ്മയും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങൾ സീക്രട്ട് സാന്റ നടത്തിയത്. ഇതെടുത്ത ദിവസം എല്ലാവരും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉള്ളവരെ വെച്ചൊക്കെ എടുത്ത് ബാക്കി എല്ലാവർക്കും കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ആഫ്റ്റർ സോ മെനി ഡേയ്സ് ക്രിസ്മസ് ഡേ നമ്മൾ എല്ലാവരും വരുന്നതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്തൊന്ന് ഹാളിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കണ്ണനും കാശിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത് പകുതി ആയപ്പോഴത്തേനും ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, വലിയമ്മയും ചേട്ടനും എല്ലാവരുമായിട്ട്. അങ്ങനെ അവർ വന്നപ്പോഴത്തേനും ബാക്കി ക്രിസ്മസ് ട്രീയുടെ സാധനങ്ങളെല്ലാം ക്രിസ്മസ് ട്രീയുടെ അടുത്ത് തന്നെ നമ്മൾ ഈ സീക്രട്ട് സാന്റയുടെ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം വെച്ച് ഫുൾ അറേഞ്ച് ചെയ്ത് ഞങ്ങളങ്ങനെ ഫുൾ ഒരു ക്രിസ്മസ് വൈബൊക്കെ ആക്കി സെറ്റ് ചെയ്തു. ലാസ്റ്റ് ഇതൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ, ഇവിടെ നിന്നൊക്കെ എടുത്ത് മാറ്റി വേറെ സ്ഥലത്തൊക്കെ വെച്ചാൽ അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. എനിവേ അങ്ങനെ ഞങ്ങളുടെ സീക്രട്ട് സാന്റയുടെ ഗിഫ്റ്റും ക്രിസ്മസ് ട്രീയും ഒക്കെ സെറ്റായിട്ട് ഏതാണ്ട് ക്രിസ്മസ് വൈബൊക്കെ ഓണായി നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് കിച്ചണിൽ നല്ല പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടീസ് നല്ല സാന്റാസൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം ഇനി ബാക്കി എന്തൊക്കെയാണ് വിശേഷം നടന്നതെന്നുള്ളത് നമുക്ക് അടുത്ത പാർട്ടുകളിൽ കൂടെ കാണാം. അപ്പം അത്രയുള്ള നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.